ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് സേമിയ ലഡ്ഡു ആണ്. ആദ്യം നമുക്ക് ക്യാരറ്റൊക്കെ ഒന്ന് കഴുകിയ ശേഷം ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാരയും കുറച്ച് ഏലക്കായുമാണ്. ഇത് ഒരു അരമുറി തേങ്ങ ചിരവിയതാണ്. 1 കപ്പ് സേമിയ കൈകൊണ്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണിത്. അത് 1 കപ്പ് വരും. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. അതൊന്ന് വഴറ്റി കൊടുക്കാം. ക്യാരറ്റിലെ ഈർപ്പമൊക്കെ പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലാത്തിൻ്റെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റെല്ലാം വാടി വരുന്ന സമയത്ത് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ക്യാരറ്റിലെയും തേങ്ങയിലേക്ക് ജലാംശം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടി വരും. ഇപ്പോൾ എനിക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് സേമിയാണ്. സേമിയ ഞാനിപ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറു തീയിലിട്ട് വേണം സേമിയ വറുത്തെടുക്കാൻ. അതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ നിറം കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറു ചൂട് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് സേമിയയ്ക്ക് ഞാനിപ്പോൾ 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. കേസരി കളറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സേമിയയിൽ നമുക്ക് നിറയെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് വെന്ത് കുഴയാൻ പാടില്ല. ചെറുതായിട്ട് വെന്താൽ മതിയാകും. ചൂടുവെള്ളം ഒഴിക്കുന്നതിനാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സേമിയ തയ്യാറായി കിട്ടും. ഇനി നമുക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ സേമിയയെല്ലാം ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റും തേങ്ങയും വറുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത കാഷ്യൂ നട്ട്സാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. കളർ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കാം. ചെറു ചൂടോടുകൂടി തന്നെ ലഡ്ഡു നമുക്ക് ഉണ്ട പിടിച്ചെടുക്കേണ്ടതാണ്. തണുത്തുപോയാൽ നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടുകയില്ല. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ഓരോ ലഡ്ഡുവും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് സേമിയ ലഡ്ഡുവൊക്കെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റും സേമിയയും തേങ്ങയും എല്ലാം വെച്ച് കഴിക്കുമ്പോൾ ഒരു അടിപൊളിയായ ടേസ്റ്റാണ് ഇതിന്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.